ഇതെങ്ങനെയാ വരാന്ന് നോക്കിയാലോ. ഇവിടെ നീ എന്നുള്ള വാക്കിന് യു എന്നാണ് നിങ്ങൾക്കറിയാം, ഇവിടെ എന്നുള്ളതിന് ഹിയർ ആണ്. വേണം എന്നുള്ളതിനാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുക. ഓക്കെ, ആയിരുന്നു, ആയിരുന്നു എന്നുള്ളതിന്റെ ഫോമാണ് ബീൻ എന്ന് പറയുന്നത്. സോ അവിടെ വരിക യു ഷുഡ് ഹാവ് ബീൻ ഹിയർ. യു ഷുഡ് ഹാവ് ബീൻ ഹിയർ. സോ വേണമായിരുന്നു എന്നുള്ളതിന് ബിയും വേണം എന്നുള്ളതിന് ഹാവ് ആണ് വരിക. ഓക്കെ, താഴെ നോക്കിയാലോ. ഞാൻ നിന്നോട് പറയണമായിരുന്നു. ഞാൻ എന്നുള്ളതിന് ഐ ആണ്, നിന്നോട് എന്നുള്ളതിന് യു ആണ് സബ്ജക്ട് വരിക. പറയുക എന്നുള്ളതിന് ടോൾഡ്, നമ്മൾ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുക. സോ അതുകൊണ്ടാണ് ടോൾഡ് വരിക. ആയിരുന്നു എന്നുള്ളതിന് ഷുഡ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. സോ ഐ ഷുഡ് ഹാവ് told you. I should have told you. ഞാൻ നിന്നോട് പറയണമായിരുന്നു. I should have told you. പറയണം, told. ആയിരുന്നതിന് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ആയിരുന്നതിന് വേണം എന്നുള്ളൊരു ഫോമാറ്റ് ആണ്. ഇവിടെ പറയുക എന്നുള്ള പ്രൊസീജിയർ ആണ്. നേരെ മറിച്ച് ഇവിടെ ഉള്ളത് വേണമായിരുന്നു, പ്രസൻസ് ആണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ബീൻ എന്നുള്ള വാക്കവിടെ വന്നത്. താഴെ നോക്കിയേ, നീ അത് കാണണമായിരുന്നു. സോ കാണണം എന്നുള്ളത് വെർബാണ്. കാണണം എന്നുള്ളതിന് സീൻ എന്നുള്ളതാണ് മൂന്നാമത്തെ ഫോമായിട്ട് വരിക. സോ you should have seen that. You should have seen that. അതെന്നുള്ള ദാറ്റാണ്. So you should have seen that. ഇങ്ങനെയാണ് വരിക. സിമ്പിൾ. ഇതുപോലുള്ള ടിപ്സ് വേണ്ടിയിട്ട് യുനോയ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുക. കൂടുതൽ ഇൻസ്റ്റാഗ്രാമോടെ ഫോളോ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.